കുർബാന തർക്കത്തിലെ ചർച്ചയിൽ പുരോഗതി, ആവശ്യങ്ങളിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിക്ക് അനുകൂല സമീപനമെന്ന വൈദികർ. ഇന്ന് നടന്ന ചർച്ചകളും ആശാവഹമെന്ന പ്രതികരണമാണ് സമരരംഗത്തുണ്ടായിരുന്ന വൈദികർ നൽകുന്നത്. കനോനിക സമിതികളും കൂരിയകളും പുനഃസംഘടിപ്പിക്കും. അതിരൂപതയിലെ എല്ലാ വൈദികരെയും 4 സോണുകളായി തിരിച്ച് ആദ്യം മുതിർന്ന വൈദികർ എന്ന ക്രമത്തിൽ ചർച്ചകൾ നടത്തും. കാനോനിക സമിതികൾ പുനഃസംഘടിപ്പിക്കുമെന്ന ഉറപ്പ് മാർ ജോസഫ് പാംപ്ലാനി നേരത്തെ തന്നെ നൽകിയിരുന്നു. ചർച്ചകൾ ഇനി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലുമുണ്ടാകും. വൈദികരുടെ സ്ഥലം മാറ്റങ്ങളെല്ലാം മെയ് മാസത്തിലേക്ക് മാറ്റിയതായും ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ രാജൻ പുന്നക്കൽ പറഞ്ഞു. ആത്മായ നേതൃത്വവുമായും ചർച്ചകളുണ്ടാകും. കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വൈദികരുടെ സസ്പെൻഷൻസ്. ഈ സസ്പെൻഷൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പഠിച്ചതിന് ശേഷം ആണ് തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത്രയും നാൾ എല്ലാ സസ്പെൻഷൻസും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വൈദികന് കുദാശ നിർവഹണത്തിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഈ രൂപതയിലോ മറ്റു രൂപതകളിൽ പോയിട്ടോ കുദാശ നിർവഹണത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വൈദികൻ നേരിട്ട് പിതാവിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അദ്ദേഹം അത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്ന സഭാ നേതൃത്വവും ജനാഭിമുഖ കുർബാന തന്നെ തുടരണമെന്ന പക്ഷക്കാരായ വലിയ വിഭാഗം വൈദികരും വിശ്വാസികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് തർക്കങ്ങളുടെ തുടക്കം. പ്രാർത്ഥനായജ്ഞത്തിലായിരുന്ന 21 വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞയാഴ്ച വലിയ സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഈ സംഭവത്തിൽ വൈദികർക്കെതിരെ വിവിധ വകുപ്പുകളിൽ കേസുകളുമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപത മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റതോടെ വീണ്ടും ചർച്ചകൾ ആരംഭിക്കുകയായിരുന്നു. ജനം, കൊച്ചി.